ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ഡിറക്ഷൻ സെൻസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദിശാബോധത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മിഷൻ LSGSൻ്റെ സീരീസ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെൻ്റൽ എബിലിറ്റിയിലെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി മെൻ്റൽ എബിലിറ്റിയുടെ ഒന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസും രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങും ഫാമിലി റിലേഷൻസും സെൻസ് ഓഫ് ഡിറക്ഷനുമാണ്. സോ ഈ മൂന്ന് ടോപ്പിക്സിൽ നിന്നും വന്നിരിക്കുന്ന ഇതിനു മുൻപ് നടന്നിരിക്കുന്ന എക്സാംസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള സീരീസാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം. ഇഫ് സെഞ്ച്വറി ഇസ് കോഡഡ് ആസ് AGL VSTW then what is the code for സച്ചിൻ? അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്കറിയാം ഇത് ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സെഞ്ച്വറി എന്ന വാക്കിനെ നമ്മൾ ഈ കോഡ് പ്രകാരം കോഡ് ചെയ്തിരിക്കുന്നത് AGL നെക്സ്റ്റ് VSTW എന്നാണ്. അങ്ങനെയെങ്കിൽ അതേ കോഡിംഗ് മെക്കാനിസം പ്രകാരം സച്ചിൻ എന്ന് പറയുന്നതിൻ്റെ കോഡ് എന്തായിരിക്കും? അപ്പോൾ ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിന് ആകെ 2 ലോജിക്കാണ് വരുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ലോജിക് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങളുടെ പ്ലേസ് വാല്യൂ അനുസരിച്ചിട്ടുള്ള ഷിഫ്റ്റാണ്. പ്ലേസ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഓരോ അക്ഷരങ്ങൾക്കുമുള്ള സ്ഥാനത്തിനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ഒന്നുകിൽ ഈ പ്ലേസ് വാല്യൂ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ സിയുടെ ശരിക്കുള്ള പ്ലേസ് വാല്യൂ 3 ആണ്, ഇത് A ആണ് കോഡായിട്ട് തന്നിരിക്കുന്നത്. സോ സിയുടെ പ്ലേസ് വാല്യൂവിനെ നമ്മൾ 2 തവണ പുറകിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ -2 ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ A കിട്ടും. ആ രീതിയിൽ നമ്മുടെ ടൈപ്പ് ഓഫ് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിനെ നമ്മൾ ഷിഫ്റ്റിംഗ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യം എന്നാണ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ പിന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്നത് കമ്പാരിസൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ബാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. അതിൻ്റെ കോഡായിട്ട് നമുക്ക് തൽക്കാലം CDU എന്ന് തന്നിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ ക്യാറ്റ് എന്നതിൻ്റെ കോഡായിട്ട് നമുക്ക് വീണ്ടും തന്നിരിക്കുന്നത് MD ആൻഡ് U എങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് AT എന്നതിൻ്റെ കോഡ് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിലി ഇത് കമ്പയർ ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. AT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DU ആണ് 2 എണ്ണത്തിലും. അപ്പോൾ ഇവിടുത്തെ ആൻസറും D ആൻഡ് U ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെ ഉള്ള മെത്തേഡിനെയാണ് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. സോ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ ആൽഫബറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സോ ഡയറക്റ്റ് ആൽഫബറ്റ് കോഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കമ്പാരിസൻ്റെ സ്കോപ്പൊന്നുമില്ല, ഒറ്റ വാക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങളുടെ പ്ലേസ് വാല്യൂ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോവാണ്. അപ്പോൾ നിങ്ങൾ ഒരുവിധം കോൺസെപ്റ്റുകളൊക്കെ അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാനിവിടെ ഈ 3ഉം 1ഉം എടുത്ത് എഴുതിയതുപോലെ എഴുതേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്കറിയാം സിയിൽ നിന്ന് 2 കുറച്ചാലാണ് A വരിക എന്നല്ലേ. എന്നാൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ചിലർ ഇവിടെ മേ ബി അവരുടെ പ്രിപ്പറേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്ലേസ് വാല്യൂ എന്താണെന്നോ ഓരോ അക്ഷരത്തിൻ്റെ ഏതാണെന്നോ അവർക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്ലേസ് വാല്യൂ കൂടി എടുത്ത് എഴുതുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഓൾറെഡി അറിയാമെങ്കിൽ ഈ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ എടുത്തെഴുതി സമയം വേസ്റ്റ് ആക്കരുത്. അത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി ഓരോ അക്ഷരത്തിൻ്റെയും പ്ലേസ് വാല്യൂ എടുത്ത് എഴുതാതെ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നതും. സോ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാനിവിടെ പ്ലേസ് വാല്യൂ എടുത്ത് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 3 ആണ് പ്ലേസ് വാല്യൂ. 5, 14, 20, 21, 18, 25, വീണ്ടും 7, 12, 22, 19, 20, 23 അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ത്രൂ ഔട്ട് ഇതിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് നോക്കിക്കേ. 5ഉം 7ഉം ഇവിടേക്ക് നമുക്ക് +2 കിട്ടി. 14ഉം 12ഉം -2 ആണ്. വീണ്ടും ഇവിടേക്ക് നമുക്ക് +2 വന്നു, വീണ്ടും -2 വന്നു, വീണ്ടും ഇവിടേക്ക് +2, വീണ്ടും ഇവിടേക്ക് -2 അല്ലേ. അപ്പോൾ പ്ലസും മൈനസും 2 ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലോജിക്കാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും?
ഈ സച്ചിൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലേസ് വാല്യൂവും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി നോക്കിയാലോ. ഇവിടെ 19, 1, 3, നെക്സ്റ്റ് ഇവിടേക്ക് 8, 9, 14 അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടേക്ക് ആദ്യം -2 ചെയ്താൽ 17 Q വരും, +2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് C വരും, ഇനി വീണ്ടും -2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് A വരും, വീണ്ടും +2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് J വരും. സോ QCAJ ദി ഒറ്റ ഓപ്ഷനിൽ മാത്രമാണ് നമുക്കത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള QCAJ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയും സമയമൊക്കെ എടുക്കുന്നത്. നിങ്ങൾ എക്സാമിന് സോൾവ് ചെയ്യുമ്പം ഇത്രയും ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പ്ലേസ് വാല്യൂ നിങ്ങൾ മനസ്സിൽ ഓർക്കുക, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിൽ കാണുക, അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി ഇതിൽ നിന്നുമുള്ള അടുത്ത മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇൻ എ സർട്ടൻ കോഡ് ബോട്ട് ഇസ് കോഡഡ് ആസ് 24430, pink is coded as 28, 22, 32, 18. How will the word rush be coded? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ആൽഫബറ്റ്സും നമ്പേഴ്സും കൂടി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക? നമ്മൾ ആൽഫ ന്യൂമറിക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങളെ പറയാറ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു അക്ഷരത്തിനെ ഒരു നമ്പറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. സോ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ലോജിക് മാത്രമാണ് വരാനുള്ളൂ. അതിൽ ഒന്നാമത്തെ ലോജിക് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലേസ് വാല്യൂ ആണ്. സോ പ്ലേസ് വാല്യൂ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പാരിസൻ്റെ ലോജിക് ഉപയോഗിച്ചും നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതിലെ വ്യത്യാസം എന്താണ്? ഇവിടെ ബാറ്റിന് നമ്മൾ CDU എന്നിട്ടതിന് പകരം 1 2 3 എന്നും, ക്യാറ്റിന് MDU എന്നിട്ടതിന് പകരം 4 2 3 ആണെങ്കിൽ അറ്റിൻ്റെ കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ 2ഉം 3ഉം ആണെന്ന് പറയാൻ പറ്റും അല്ലേ. സോ അതേപോലെ കമ്പാരിസൺ ഉപയോഗിച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ പ്ലേസ് വാല്യൂ ഉപയോഗിച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏത് ലോജിക്കാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വാക്കിലെ അക്ഷരങ്ങൾ നമുക്ക് തന്നിരിക്കുന്ന മറ്റ് വാക്കുകളിൽ കോമൺ ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്കവിടെ മനസ്സിലാക്കാം നമ്മളവിടെ കമ്പാരിസൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ അവിടെ കമ്പാരിസൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പാരിസൺ ആയിരിക്കുമോ? ഇല്ല, കാരണം ഒരേ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടില്ല. പ്ലേസ് വാല്യൂവിൻ്റെ മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഇവിടെ ബോട്ടാണ്, BOAT, അതിൻ്റെ കോഡായിട്ട് ഇവിടെ 2, 40, വീണ്ടും 4, 30 തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് പിങ്ക് ആണ്, PINK, അതിൻ്റെ കോഡായിട്ട് വീണ്ടും 28, 22, 32, 18 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് റഷ് എന്ന് പറയുന്നതിൻ്റെ കോഡാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഞാൻ വീണ്ടും ഇതിൻ്റെ പ്ലേസ് വാല്യൂ കൂടെ എടുത്ത് എഴുതുകയാണ് കേട്ടോ. അപ്പോൾ പ്ലേസ് വാല്യൂ ഞാൻ എടുത്ത് എഴുതുന്നുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, അത് അറിയാവുന്നവർ ഈ പോർഷൻ കാണണമെന്നില്ല, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അറിയാത്തവർ വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലേസ് വാല്യൂ 2, 15, 1, 20, വീണ്ടും 16, 9, 14, 11, ഇവിടേക്ക് 18, 21, 19, 8 അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ബീൻ്റെ അതേ പ്ലേസ് വാല്യൂ 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പക്ഷേ ആറിൻ്റെ പ്ലേസ് വാല്യൂ 16 ആണ്, 28 അല്ല. അപ്പോഴെങ്ങനെയാണ്? 2 വാക്കും ഒരുപോലെ കോഡ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ലോജിക്ക് കണ്ടുപിടിക്കാൻ അല്ലേ. പിന്നെ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഇവിടെ അടുത്തത് 20 ആണ്, 15ഉം 40 15ഉം 40ഉം തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. എന്നാൽ അതേ വ്യത്യാസമല്ല ഇവിടെ 9ഉം 22ഉം തമ്മിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഇവിടെ കാണുന്ന ഈ 20ഉം 40ഉം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? 20ൻ്റെ ഡബിൾ ആണ് 40 അല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1ൻ്റെ ഡബിൾ ആണ് ഇവിടെ 2 വരുന്നത്. സോ സെയിം രീതി തന്നെ നമുക്ക് ഇപ്പുറത്തേക്കും കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് നോക്കിക്കേ. അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ വരുന്ന 15ൻ്റെ ഇരട്ടിയാണ് ഇവിടെ 20, അതുപോലെ 2ൻ്റെ ഇരട്ടിയാണ് ഇവിടെ 4 വരുന്നത്. ഓക്കെ, അപ്പോൾ അതേ രീതി തന്നെയാണോ ഇപ്പുറത്തെ വാക്കിലും ഉള്ളത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ 11 ഉണ്ട്, 11ൻ്റെ ഇരട്ടിയാണ് നമുക്കിവിടെ 22 വരുന്നത്. അതുപോലെ തന്നെ 14ൻ്റെ ഇരട്ടിയാണ് നമുക്കിവിടെ 28 വരുന്നത്. സോ വീണ്ടും ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 9ൻ്റെ ഇരട്ടിയാണ് 18 വരുന്നത്, 16ൻ്റെ ഇരട്ടിയാണ് ഇവിടേക്ക് 32 വരുന്നത്. ഓക്കെ, അപ്പോൾ അതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടേക്കും ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ആദ്യത്തെ 2 എണ്ണം അപ്പോൾ ഇവിടെ ആദ്യം ഏത് വരണം? 19ൻ്റെ ഇരട്ടി നമുക്കിവിടെ 38 വരണം. അടുത്തത് ഇവിടെ 8ൻ്റെ
ഇരട്ടി നമുക്ക് ഇവിടേക്ക് 16 വരണം. 38ഉം 16ഉം വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ഡിയിലാണ്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം. നമ്മൾക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 18ൻ്റെ ഇരട്ടി എത്രയാണ്? 36. വീണ്ടും 21ൻ്റെ ഇരട്ടി 42. സോ അതും ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ അക്ഷരങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യവും അക്ഷരങ്ങളും നമ്പേഴ്സും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യവും നമ്മളിപ്പോൾ ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് നമ്മുടെ ഡിറക്ഷൻ സെൻസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ദിശാബോധത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. K is 40 meters southwest of I. If M is 40 meters southeast of I, then M is in which direction of K? ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവിടെ ദിശാബോധത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യം ഡിറക്ഷൻ സെൻസ് ആയതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ സജഷനാണ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു റെഫറൻസ് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരച്ചു വയ്ക്കുക. അല്ല, ആൻസർ പേപ്പറിൽ ഒരു റെഫറൻസ് ഡയഗ്രാം വരച്ചു വയ്ക്കുക. അതിൽ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ മെയിൻ ഡിറക്ഷൻസ് മാത്രം സാധാരണ വരച്ചാൽ മതി. സബ് ഡിറക്ഷൻസ് ആവശ്യമാണെങ്കിൽ മാത്രം വരച്ചാൽ മതി, അല്ലാതെ വെറുതെ വരയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നു കെ ഇസ് 40 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ഐ. സോ കെ എന്ന് പറയുന്നത് ഐയുടെ 40 മീറ്റർ സൗത്ത് വെസ്റ്റ് ആണ്. ഇതാണ് സൗത്ത് വെസ്റ്റ് അല്ലേ? സോ ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് കെ കിട്ടും. ക്ലിയർ? ഇനി എം എസ് 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് ഐ എന്ന് പറയുന്നതിൻ്റെ അതേ 40 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഇവിടെയാണ് നമ്മുടെ അടുത്ത പോയിന്റ്, അതായത് എം നിൽക്കുന്നത്. സോ ഇതും 40 ഇതും 40, രണ്ടും തുല്യ ദൂരമാണ് അല്ലേ? അങ്ങനെയെങ്കിൽ എം എസ് ഇൻ വിച്ച് ഡിറക്ഷൻ ഓഫ് കെ? എം എന്നത് കെയിൽ നിന്നും ഏത് ഡിറക്ഷൻ ആണ് എന്നാണ് ചോദ്യം അല്ലേ? എം കെയിൽ നിന്നും ഏത് ഡിറക്ഷൻ ആണ്? ഈ ഡിറക്ഷൻ ആണ്. ഇതിനെ നമ്മൾ എന്താ പറയുക? ഈസ്റ്റ് ഡിറക്ഷൻ എന്നാണ് പറയുന്നത്. സോ ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ ബിയിലുള്ള ഈസ്റ്റ് ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ മോഡലിൽ വന്നിരിക്കുന്ന ചോദ്യമാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇത്രയും കൂടി വലുപ്പം കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് കരുതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇവിടെ ഡിറക്ഷൻ സെൻസിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും അടിസ്ഥാനമാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡിറക്ഷൻസ് തന്നെയാണ് അല്ലേ? നോർത്തും സൗത്തും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലോ. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ലോജിക്കും മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം വായിച്ചു നോക്കാം. രവി വാക്സ് 9 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. ഓക്കെ, ഫ്രം ദെയർ ഹി വാക്സ് 5 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. ദെൻ ഹി വാക്സ് 3 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. How far and in which direction is he with reference to the starting point? ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ രവി എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും നമ്മുടെ റെഫറൻസ് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും മാർക്ക് ചെയ്യുക. ഇവിടെ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സബ് ഡിറക്ഷൻസ് നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റും ഒക്കെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഇവിടുത്തെ ഡയഗ്രാമിൽ അതിൻ്റെ ഒന്നും റിക്വയർമെൻറ്റ് ഇല്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ വരച്ച് എടുത്ത് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയണു രവി വാക്സ് 9 കിലോമീറ്റർ നോർത്ത്. രവി ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? 9 കിലോമീറ്റർ നോർത്തിലേക്ക് പോകുന്നു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും. ഫ്രം ദെയർ ഹി വാക്സ് 5 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. അപ്പോൾ നേരെ നോർത്തിലേക്ക് പോയ രവി തിരിച്ച് സൗത്തിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ തിരിഞ്ഞാണ് വരുന്നത് അല്ലേ? അപ്പോൾ മുകളിലേക്ക് പോയ ആ ഡിസ്റ്റൻസ് അയാൾ തിരിച്ച് താഴേക്ക് കവർ ചെയ്തിട്ട് എത്ര എത്തി? 5 കിലോമീറ്റർ അയാൾ തിരിച്ചെത്തി. എന്നിട്ട് അയാൾ ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് കരുതുക. എന്നിട്ട് ഹി വാക്സ് 3 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. എന്നിട്ട് ഈസ്റ്റിലേക്ക് അദ്ദേഹം 3 കിലോമീറ്റർ നടക്കുന്നു. നൗ ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡിറക്ഷൻ ഈസ് ഹി വിത്ത് റെഫറൻസ് ടു ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സോ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ എൻഡിങ് പോയിന്റ്. അപ്പോൾ അദ്ദേഹം ഏത് ഡിറക്ഷനിലാണ്, എത്ര ദൂരത്താണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇത് ഏത് ഡിറക്ഷനാണ്? ഈ ഡിറക്ഷൻ നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റിൽ പക്ഷേ 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇവിടെ നമുക്ക്
മൊത്തം 9 കിലോമീറ്റർ ആയിരുന്നു. അതിൽ നിന്ന് 5 കിലോമീറ്റർ തിരിച്ച് നടന്നാൽ 9ൽ നിന്ന് 5 പോയാൽ 4 കിലോമീറ്റർ ആണ് ബാക്കി വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക? ഇയാൾ പോയ ദൂരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഇയാൾ ഇങ്ങനെ നടന്നിട്ട് 4, പിന്നെ നടന്നിട്ട് 3. സോ 4ഉം 3ഉം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 7 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 7 കിലോമീറ്റർ ആയിരിക്കുമോ ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരം? അല്ല. ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ 2 പോയിന്റ്സ് തമ്മിലുള്ള ദൂരം എന്ന് ഉദ്ദേശിക്കുന്നത് അവ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് അല്ലേ. സോ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ നമ്മൾ ഇവിടെ വെച്ച് കണക്ട് ചെയ്താൽ ഈ ദൂരമാണ് നമുക്ക് ഇവിടേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? കാരണം സ്ട്രേറ്റ് ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ലല്ലോ അല്ലേ. അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള എന്തെങ്കിലും ഒരു ജിയോമെട്രിക്കൽ ഫിഗർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് കാണുമ്പോൾ ഇത് നമ്മുടെ റൈറ്റ് ആംഗിൾ ആയിട്ട് വന്നിരിക്കുന്ന അല്ലെ റൈറ്റ് ആംഗിൾഡ് ആയിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. നമ്മൾ എന്തായാലും പറയാം 90 ഡിഗ്രിയിൽ വന്നിരിക്കുന്ന ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ പൈതഗോറിയൻ തിയറം ഒബേ ചെയ്യുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറമിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇവിടെ ഇത് ഒരു ട്രയാങ്കിളിൻ്റെ ബേസും ഇത് ഹൈറ്റും ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് എടുത്തു, അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബേസിൻ്റെയും ഹൈറ്റിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മാണ്, തുകയാണ് അല്ലേ. അപ്പോൾ ഇവിടേക്ക് d² ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താലോ? d² ഇസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 4ൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ 3ൻ്റെ സ്ക്വയറും എടുക്കാം. സോ നമുക്ക് 16 + 9 കിട്ടും, 25 കിട്ടും. സോ d² 25 ആണെങ്കിൽ d എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 25. സോ d ഈസ് ഈക്വൽ ടു 5 കിലോമീറ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 7 കിലോമീറ്റർ അല്ല 5 കിലോമീറ്റർ ആണ് ചോദ്യത്തിൻ്റെ ശരിയുത്തരം. സോ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 5 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഉത്തരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടി വരില്ല. നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലറ്റുകൾ എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് വരാവുന്ന വാല്യൂസ് കൂടുതലും 3ഉം 4ഉം 5ഉം വരാറുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ 6ഉം 8ഉം 10ഉം വരാറുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ട്രിപ്ലറ്റ്സ് ഉണ്ട്. സോ അതിൽ 1ഉം 3ഉം അടുത്തത് 4ഉം ആണെങ്കിൽ അടുത്തത് പിന്നെ എന്തായാലും 5 വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞ് കുറേ എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതും എല്ലാവർക്കും വീണ്ടും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ എടുക്കുന്നത് വീണ്ടും ഇതേ ടോപ്പിക്കിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അഖിൽ walks 25 kilometers towards east and turns to the right hand side and takes a drive of 8 kilometers. He then turning to his right travels another 10 kilometers. Again he turns to his left and walks 6 kilometers. After that he turns to his right and travels 15 kilometers. How far is he from the initial position and in which direction? ഇതാണ് നമ്മളുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരാൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാനം അയാൾ എത്തിച്ചേർന്നിരിക്കുന്ന ദൂരം, അതുപോലെ തന്നെ അയാൾ ഏത് ഡിറക്ഷനിലാണ്, ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാമിന് സോൾവ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൈകൊണ്ട് വരച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും നമ്മുടെ റെഫറൻസ് ഡയഗ്രാം ഞാനിവിടെ സൈഡിൽ വരയ്ക്കുന്നുണ്ട്. നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പറയണു 25 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് നടക്കുന്നു ഇയാൾ. 25 കിലോമീറ്റർ ഈസ്റ്റിൽ പോയി ടേൺസ് ടു ദ റൈറ്റ് എന്ന് വെച്ചാൽ ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാളുടെ റൈറ്റ് നേരെ താഴേക്ക് സൗത്തിലേക്കാണ്. ആൻഡ് വാക്സ് ഫോർ 8 കിലോമീറ്റർ, അതും പോയി. ഹി ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ്. അപ്പോൾ സൗത്തിലേക്ക് പോകുന്ന ഒരാളുടെ, പടിഞ്ഞാറോട്ട് പോകുന്ന ഒരാളുടെ തെക്കോട്ട് പോകുന്ന ഒരാളുടെ റൈറ്റ് എന്ന് വെച്ചാൽ അത് ഏതായിരിക്കും? നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നമ്മുടെ ലെഫ്റ്റ് ആയിരിക്കും. സോ എന്നിട്ട് അദ്ദേഹം വീണ്ടും ടേണിംഗ് ടു ഹിസ് റൈറ്റ് ഹി ട്രാവൽസ് അനദർ 10 കിലോമീറ്റർ. സോ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു 10 കിലോമീറ്റർ നടക്കുന്നു. സോ അപ്പോൾ ഈ 10 കിലോമീറ്റർ ഇവിടെ വന്നു കഴിയുമ്പോൾ എത്രയാകും? ഇവിടെ 10 വരും. 25 10 പോയാൽ ബാക്കി ഇവിടെ 15 വരും. ക്ലിയർ? ഇനി നെക്സ്റ്റ് അഗൈൻ ഹി ടേൺസ് ടു ഹിസ് ലെഫ്റ്റ്. അപ്പോൾ ഇങ്ങോട്ട് പോയി വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ എന്ന് വെച്ചാൽ നേരെ താഴേക്ക് തിരിഞ്ഞ് 6 കിലോമീറ്റർ
കിലോമീറ്റർ പോകുന്നു. അഗൈൻ ഹി ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് ട്രാവൽസ് 15 കിലോമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇപ്പോഴും സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത് അല്ലേ, തെക്കോട്ടാണ്. അപ്പോൾ റൈറ്റ് എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ്, എന്നിട്ട് 15 കിലോമീറ്റർ. സോ ആ 15 കിലോമീറ്റർ ഏതായിരിക്കും? ഈ 15 കിലോമീറ്റർ ആയിരിക്കും അയാൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുക അല്ലേ. ഈ 15 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? അയാളുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണ്? ഇതാണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. അതുപോലെ തന്നെ അയാളുടെ എൻഡിങ് പൊസിഷൻ ഇതാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇയാൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും എൻഡിങ് പൊസിഷനിലേക്ക് എത്ര ദൂരെയാണ്, അതുപോലെ തന്നെ ഏത് ഡിറക്ഷനാണ് എന്നാണ് അല്ലേ. അപ്പോൾ ഏത് ഡിറക്ഷനാണ്? ഡിറക്ഷൻ സൗത്ത് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി എത്ര ദൂരെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് 8ഉം ഇവിടെ നമുക്ക് 6ഉം ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 14 കിട്ടും. സോ ടോട്ടലി ഇയാൾ 14 കിലോമീറ്റർ സൗത്തിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 14 കിലോമീറ്റർ സൗത്ത് എന്ന് പറയുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇതും ഡയഗ്രാം വരച്ചിട്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ തരത്തിലുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. രാജു ട്രാവൽ 10 kilometer west and turned right and traveled 6 kilometer. Okay, and then traveled 8 kilometer, turned back and traveled 11 kilometer and turned right and traveled 6 kilometer. How far is he from the starting point? അപ്പോൾ ഈ ചോദ്യത്തിൽ നമുക്ക് ഡിറക്ഷൻ കണ്ടുപിടിക്കേണ്ട, ജസ്റ്റ് നമ്മുടെ ഡിസ്റ്റൻസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക? നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് രാജു ട്രാവൽ 10 കിലോമീറ്റർ വെസ്റ്റ്. ആദ്യം എങ്ങോട്ടാണ് പോയത്? 10 കിലോമീറ്റർ വെസ്റ്റിലേക്ക് പോയി. സോ നേരെ ഇങ്ങോട്ടാണ് 10 കിലോമീറ്റർ പോയത്. ആൻഡ് ട്രാവൽ 6 കിലോമീറ്റർ. സോ ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 6 കിലോമീറ്റർ. ഇങ്ങോട്ട് പോകുന്നയാൾ റൈറ്റ് എടുക്കാന്ന് വെച്ചാൽ നേരെ നോർത്തിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ. സോ വലത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ പോയി. ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് ട്രാവൽഡ് 8 കിലോമീറ്റർ. സോ ഇങ്ങനെ പോകുന്നയാൾ ലെഫ്റ്റ് എടുക്കുന്നത് അപ്പോൾ എങ്ങോട്ടായിരിക്കും? നമ്മുടെ ലെഫ്റ്റ് ആയിരിക്കും റൈറ്റ് ആയിരിക്കും? നോർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ അതേ ഡിറക്ഷനാണ്. അപ്പോൾ നോർത്തിലേക്ക് വടക്കോട്ട് പോകുന്ന ഒരാൾ ലെഫ്റ്റ് എടുക്കാന്ന് വെച്ചാൽ അത് നമ്മുടെ ലെഫ്റ്റ് തന്നെയാണ്. സോ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു, എന്നിട്ട് 8 കിലോമീറ്റർ മൂവ് ചെയ്തു. ആൻഡ് ടേൺ ബാക്ക് ആൻഡ് ട്രാവൽ 11 കിലോമീറ്റർ. ഓക്കെ, ടേൺ ബാക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇയാൾ ഇങ്ങോട്ട് പോയത് നേരെ തിരിഞ്ഞ് യു ടേൺ എടുത്ത് 180 ഡിഗ്രി തിരിഞ്ഞ് നേരെ പുറകിലേക്ക് 11 കിലോമീറ്റർ പോയി. ഓക്കെ, അപ്പോൾ എങ്ങനെ അയാൾ പോയിട്ടുണ്ടാവുക? ഇവിടെ ഓൾറെഡി 8 കിലോമീറ്റർ ആയിരുന്നു, അതിൽ നിന്ന് 11 എത്തണമെങ്കിൽ ഒരു 3 കിലോമീറ്ററും കൂടെ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് 8 ആണെങ്കിൽ ഇവിടെ നമുക്ക് 3 വരും. സോ അതേ 3നെ നമുക്ക് ഇവിടെ വെച്ച് മുറിച്ചാൽ ഇവിടെ നമുക്ക് 3 ആയിട്ട് കിട്ടും. ക്ലിയർ എല്ലാവർക്കും? ഇത്രയും മനസ്സിലായല്ലോ. ട്രാവൽ 11 കിലോമീറ്റർ ആൻഡ് ടേൺ റൈറ്റ് ആൻഡ് ട്രാവൽ 6 കിലോമീറ്റർ. സോ വീണ്ടും അദ്ദേഹം റൈറ്റ് എടുത്തു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം റൈറ്റ് എടുക്കുന്ന എങ്ങോട്ടായിരിക്കും? നേരെ താഴേക്ക് അല്ലേ. സോ നേരെ സൗത്തിലേക്ക് പോയിട്ട് അദ്ദേഹം 6 കിലോമീറ്റർ മൂവ് ചെയ്തു. സോ ഇതേ 6 ആണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം, ഹൗ ഫാർ ഇസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അദ്ദേഹത്തിൻ്റെ തുടങ്ങിയ സ്ഥലത്ത് നിന്നും അദ്ദേഹം എത്ര ദൂരത്താണ് എന്നതാണ് നമ്മളുടെ ചോദ്യം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ എൻഡിങ് പോയിന്റ്. ഇവിടെ മൊത്തം 10 ആയിരുന്നു, ഇവിടെ നമുക്ക് 3 കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരിക്കും? 10 - 3 ചെയ്താൽ 7 കിട്ടും. സോ 7 കിലോമീറ്റർ ആണ് നമ്മുടെ ഈ ദൂരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 7 കിലോമീറ്റർ നമ്മുടെ ഓപ്ഷൻ നമ്പർ എയിലാണുള്ളത്. അത് തന്നെയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വീണ്ടും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡിങ് ആൻഡ് ഡീകോഡിങ്ങിലെ ക്വസ്റ്റ്യൻസ് കണ്ടു, ഡിറക്ഷൻ സെൻസിലെ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ബ്ലഡ് റിലേഷൻഷിപ്പിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പിലെ ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ചോദ്യം വായിച്ചു നോക്കാം. എ മാൻ സെഡ് ടു എ വിമൻ, ദി ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ ഇസ് ദി ബ്രദർ ഓഫ് മൈ വൈഫ്. ഹൗ ഇസ് ദാറ്റ് വിമൻ റിലേറ്റഡ് ടു ദി വൈഫ് ഓഫ് ദാറ്റ് മാൻ? അപ്പോൾ ബ്ലഡ് റിലേഷൻഷിപ്പിൽ നമുക്ക് 3 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും. എ എന്നത് ബിയുടെ മകനാണ്, ബി എന്നത് സിയുടെ മകളാണ്, സി എന്നത് ഡിയുടെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് തരും. അപ്പോൾ ഡയഗ്രാം വരച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരു കോൺവെർസേഷനെയോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിനെയോ അടിസ്ഥാനമാക്കി വരും. അത് നമ്മുടെ സെക്കൻഡ് ടൈപ്പാണ്. ഇനി അത് കൂടാതെ വരുന്ന മറ്റു ടൈപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കോഡിങ് ആൻഡ് ഡീകോഡിങ് കണ്ടില്ലേ, അതുപോലെ തന്നെ കോഡുകൾ ഉപയോഗിച്ചിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പം A + B എന്ന് വെച്ചാൽ എ ബിയുടെ മകളാണ്,
A - B എന്ന് വെച്ചാൽ A Bയുടെ ഭാര്യയാണ്, ആ രീതിയിൽ ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ആ തരത്തിൽപ്പെട്ട സംഭാഷണത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ ജസ്റ്റ് മനസ്സിൽ ആലോചിച്ച് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡയഗ്രാം വരച്ചിട്ടും സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. A man said to a woman, ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് പറയുന്നു. സോ ഇവിടെ സെറ്റ് ടു എന്ന് പറയുന്നത് മാൻ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്പീക്കർ ആരാണ്? ഈ മാൻ ആണ് ഇവിടുത്തെ സ്പീക്കർ. ഓക്കെ, ദി ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ എന്ന് വെച്ചാൽ ഈ വിമനിൻ്റെ ബ്രദറിൻ്റെ ഒരേ ഒരു മകൻ എന്ന് പറയുന്നത് ഈസ് ദി ബ്രദർ ഓഫ് മൈ വൈഫ്, അത് എൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വിമൻ്റെ ജനറേഷനും ഈ മാനിൻ്റെ ജനറേഷനും രണ്ടും വേറെ വേറെയാണ്. അങ്ങനെയെങ്കിൽ how was that woman related to wife of that man? So wife of that man എന്ന് വെച്ചാൽ ഇയാളുടെ ഭാര്യയായിട്ട് വിമൻ എന്ത് റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക? തൊട്ട് മുകളിലത്തെ ജനറേഷൻ ആയിരിക്കും. അപ്പോൾ സിസ്റ്റർ വരില്ല, ഗ്രാൻഡ് മദറും വരില്ല. തൊട്ട് മുകളിലത്തെ ജനറേഷൻ അമ്മ അല്ലെങ്കിൽ ആൻറ്റിയാണ് വരിക. പക്ഷേ ഇവിടെ ബ്രദർ എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ അവരുടെ സിസ്റ്റർ ആയിരിക്കാനാണ് സാധ്യത. സോ നമ്മൾ അങ്ങനെ പാരൻസിൻ്റെ സിസ്റ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? ആണ്ട് എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള ആണ്ടാണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ചിലപ്പം ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഡയഗ്രാം വരച്ചിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. കുറേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡയഗ്രാം ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഡയഗ്രാം കൂടി വരച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്നും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഡയഗ്രാം വരയ്ക്കാൻ പോവാണ് കേട്ടോ. സോ ഇവിടെ പറയണു മാൻ ടു എ വിമൻ. അപ്പോൾ ഇത് സ്പീക്കർ ഇവിടെ ആരാണ്? മാൻ ആണ്. വിമനെ പറ്റിയിട്ടാണ് പറയണത്. ദി ഓൺലി സൺ ഓഫ് യുവർ ബ്രദർ. സോ ഇവിടെ ഇത് നമ്മുടെ വിമൻ ആണ്. ഈ വിമനിൻ്റെ ബ്രദറിൻ്റെ ഒരേ ഒരു സൺ, ബ്രദർ മെയിലാണ്, വിമൻ ലേഡിയാണ്, അതിൻ്റെ ഒരേ ഒരു സൺ, വേറെ മക്കളില്ല കേട്ടോ, സൺ ഈസ് ദി ബ്രദർ ഓഫ് മൈ വൈഫ് എന്ന് പറയുന്നു. സോ അപ്പോൾ ഇതിവിടെ ആരാണ്? ഈ മകൻ എന്ന് പറയുന്നത് ഇയാളുടെ വൈഫിൻ്റെ ബ്രദറാണ്. അപ്പോൾ ഈ മാനിനെ നമുക്കിവിടെ വെക്കാം, മാനിൻ്റെ വൈഫിനെ നമുക്ക് ഇവിടെ വെക്കാം. സോ ഇയാൾ മാനും ഇത് വൈഫ് ലേഡിയുമാണ്, അതിൻ്റെ ബ്രദറാണ് ഈ തന്നിരിക്കുന്ന ആളെന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കിക്കേ. ഈ മാനിൻ്റെ വൈഫ് ഇവരാണ്. ഈ വിമനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും? ഇവരുടെ അച്ഛനാണ് അല്ലേ? സോ ഇവരുടെ അച്ഛൻ്റെ സിസ്റ്ററാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ലേഡി. അപ്പോൾ ഫാദറിൻ്റെ സിസ്റ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? അമ്മായി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, അച്ഛൻ്റെ സഹോദരി അല്ലേ, അല്ലെങ്കിൽ പിതൃ സഹോദരി എന്നൊക്കെ പറയും. സോ ഇതിൻ്റെ ആൻസർ അപ്പോൾ എന്തായിരിക്കും? ആണ്ട് എന്ന് പറയുന്നതായിരിക്കും ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് ഇതിൽ നിന്നുമുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത ചോദ്യം. A son B is married to C, whose sister D is married to E, who is the brother of B? How is C related to E? ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം, ആലോചിച്ച് നോക്കുക കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒറ്റ സെൻറ്റൻസ് ആണ് തന്നിട്ടുള്ളൂ, കുറേ കോമയൊക്കെ ഉപയോഗിച്ചിട്ട് കൺഫ്യൂസിങ് ആയിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എ സൺ ബി ഈസ് മാരീഡ് ടു സി, ഹൂസ് സിസ്റ്റർ ഡി. അപ്പോൾ ഇവിടെ ഈ ഹൂസ് എന്ന് പറയണ ആരെയാണ്? സീനെയാണോ അതോ ബീനെയാണോ എനെയാണോ? എ സൺ ബി, അത് നമുക്ക് മനസ്സിലായി. എയുടെ സണ്ണായ ബി ഈസ് മാരീഡ് ടു സി, ബി കല്യാണം കഴിച്ചിരിക്കുന്നത് സി ആണ്. ഹൂസ് സിസ്റ്റർ ഇസ് ഡി ഈസ് മാരീഡ് ടു ഇ. അപ്പോൾ ഇവിടെ ആരുടെ സിസ്റ്ററാണ്? എയുടെ സിസ്റ്ററാണോ ബിയുടെ സിസ്റ്ററാണോ സിയുടെ സിസ്റ്ററാണോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് അല്ലെങ്കിൽ ഹൂസ് ഈ 3 വാക്കുകൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ റെഫർ ചെയ്യുന്നത് തൊട്ടടുത്ത ആളെയാണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളെയാണ്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ തൊട്ടടുത്ത ആൾ ആരാണോ അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ സി ഹൂസ് സിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ്? അപ്പോൾ ഹൂ എന്ന് റെഫർ ചെയ്യുന്നത് സീനെയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം സിയുടെ സിസ്റ്റർ ഡി. മനസ്സിലായോ? സിയുടെ സിസ്റ്റർ ഡി ഈസ് മാരീഡ് ടു ഇ. വീണ്ടും ഒരു ഹൂ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൂവോ ദാറ്റോ ഹൂസോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ആളെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഡി ഈസ് മാരീഡ് ടു ഇ. വീണ്ടും
ഹൂ ഇസ് ദി ബ്രദർ ഓഫ് ബി. സോ അപ്പോൾ ഇവിടുത്തെ ഹൂ ആരാണ്? തൊട്ട് പിന്നിലുള്ളയാൾ ഇ ആണ് അല്ലേ. സോ ഇ ഈസ് ദി ബ്രദർ ഓഫ് ബി. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നതും കൊണ്ട് ഇതിൻ്റെ കൂടെയുള്ള മറ്റൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. ഹൂവോ ദാറ്റോ ഹൂസോ വന്നാൽ തൊട്ടടുത്ത ആളാണ്. അതേസമയം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ആൻഡ് അല്ലെങ്കിൽ ബട്ട് ഇത് രണ്ടുമാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അന്നേരം നമ്മൾ റെഫർ ചെയ്യുന്നത് ഒന്നാമത്തെ ആളെയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഡി ഈസ് മാരീഡ് ടു ഇ ആൻഡ് ഈസ് ദി ബ്രദർ ഓഫ് ബി എന്ന് വെച്ചാൽ അന്നേരം അവിടെ ഈനെ അല്ല ഡീനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡോ അതുപോലെ തന്നെ ബട്ടോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അന്നേരം നമ്മൾ അവിടെ റെഫർ ചെയ്യുന്നത് ആദ്യത്തെ ആളിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഇതുകൂടി ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറയുന്നു എ സൺ ബി ഈസ് മാരീഡ് ടു സി. അപ്പോൾ ഇത് നമ്മുടെ എ ആണ്. എയുടെ ജെൻഡർ തൽക്കാലം നമുക്ക് അറിയില്ല അല്ലേ. എയുടെ സൺ ആയിട്ടുള്ള ബി ഈസ് മാരീഡ് ടു സി. കല്യാണം കഴിച്ചിരിക്കുന്നത് സീനെയാണ്. അപ്പോൾ സി ലേഡിയാണ്. ഹൂസ് സിസ്റ്റർ ഡി ഈസ് മാരീഡ് ടു ഇ. അപ്പോൾ ഹൂസ് സിസ്റ്റർ ആരുടെ സിസ്റ്റർ ആയിരുന്നു? സിയുടെ സിസ്റ്റർ ഡി ഈസ് മാരീഡ് ടു ഇ. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഇവരുടെ ഹസ്ബൻഡ് ആയിരിക്കണം, അതുകൊണ്ട് മെയിലാണ്. നൗ ഹൂ ഇസ് ദി ബ്രദർ ഓഫ് ബി. അപ്പോൾ ഡിയുടെ സിസ്റ്റർ ആണ്, അല്ല സിയുടെ സിസ്റ്റർ ആണ് ഡി. ഡി കല്യാണം കഴിച്ചിരിക്കുന്നത് ഇ ആണ്. അത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറയുന്നത് ഇവിടെ ഇൻ്റെ ബ്രദറാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ എയുടെ മക്കളാണ് ബിയും ഇയും. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് സിസ്റ്റേഴ്സിനെയാണ്. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ എയുടെ ജെൻഡർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് എന്തിനാണ് ഇവിടെ ഡബിൾ ലൈൻ ഇട്ടത്, എന്തിനാണ് ഇവിടെ സിംഗിൾ ലൈൻ ഇട്ടത്, എന്തിനാണ് പ്ലസ് ഇട്ടത് മൈനസ് ഇട്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നേരത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് മാൻ വിമൻ എന്ന് കേൾക്കുമ്പോൾ മാൻ പുരുഷനാണ്, വിമൻ സ്ത്രീ ആണെന്ന് അറിയാം. പക്ഷേ ഈ ചോദ്യത്തിൽ എ എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീ ആണോ എന്ന്, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീ ആണോ നമുക്ക് അറിയില്ല അല്ലേ. അപ്പോൾ ഓരോ തവണയും നമ്മളത് മനസ്സിൽ ഓർത്ത് വെച്ച് സോൾവ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ സമയം പോവും, കൺഫ്യൂഷനാവും, തെറ്റിപ്പോവും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മളെപ്പോഴും നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ടാണ് സോൾവ് ചെയ്യാറുള്ളത്. അപ്പോൾ നൊട്ടേഷൻസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് എല്ലാം തന്നെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ എക്സാംസിന് വേണ്ടിയിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ എൻട്രി ആപ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോമിൽ നിങ്ങളുടെ ഡൗട്ട് എന്താണോ, അതായത് കോഴ്സസിനെ പറ്റി അറിയാനാണെങ്കിൽ അങ്ങനെ, ഇനി വരുന്ന എക്സാംസിനെ പറ്റി അറിയാനാണെങ്കിൽ അങ്ങനെ, എക്സാംസിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയാനാണെങ്കിൽ അങ്ങനെ, ഓരോ എക്സാമിൻ്റെയും യോഗ്യത അത് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നറിയാൻ, അങ്ങനെ എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഈസിലി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേണും ക്വസ്റ്റ്യൻ എന്താണെന്നും കൂടെ തന്നിട്ട് നമ്മൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിക് കൗൺസിലർ ഫ്രീ ആയിട്ട് നിങ്ങളെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യം മറക്കണ്ട. ഇതിലിപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സസ് എടുക്കുന്നു, പക്ഷേ അതുകൊണ്ട് തീരില്ല, നിങ്ങൾക്കും അറിയാം അല്ലേ. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാം ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഹൗ വാസ് സി റിലേറ്റഡ് ടു ഇ? സി ഇയുടെ ആരാണ് എന്നതാണ് നമ്മളുടെ ചോദ്യം. സോ ഇതാണ് നമ്മുടെ സി, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇ. ആരാണ് സി ഇയുടെ? ഇവിടെ ഇയുടെ വൈഫാണ് ഇവിടെ തന്നിരിക്കുന്ന ഡി. വൈഫിൻ്റെ സിസ്റ്റർ ആണ് അല്ലേ. വൈഫിൻ്റെ സിസ്റ്ററിനെ നമ്മൾ എന്താ വിളിക്കുക? ഭാര്യയുടെ സഹോദരി, ഭാര്യ സഹോദരി, അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റർ ഇൻ ലോ എന്നൊക്കെ വിളിക്കും. സോ സിസ്റ്റർ ഇൻ ലോ എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ എ ആണ്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു തന്നപ്പം ഒത്തിരി ഡീറ്റെയിൽഡ് ആയി പോയിന്നേ ഉള്ളൂ. ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം.
അടുത്ത ചോദ്യം, എ ഇസ് ബീസ് സിസ്റ്റർ, സി ഇസ് ബീസ് ഫാദർ, ഡി ഇസ് സീസ് മദർ, ദെൻ ഹൗ ഇസ് എ റിലേറ്റഡ് ടു ഡി? ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമുക്കപ്പോൾ രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന് നമുക്ക് ഡയഗ്രാം ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അടുത്തത് ഡയഗ്രാം ഇല്ലാതെയും നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ. അപ്പോൾ ഡയഗ്രാം ഇല്ലാതെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ആ മെത്തേഡ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്രാം വെച്ചിട്ടും സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പറയണു എ ഇസ് ബി സിസ്റ്റർ. അപ്പോൾ എ ഇവിടെ, ബി ഇവിടെ. എ ആണ് ബിയുടെ സിസ്റ്റർ. ഇനി സി ഇസ് ബീസ് ഫാദർ. സോ സി എന്ന് പറയുന്നത് സിൻ്റെ ഫാദർ ആണ് ബി. അപ്പോൾ ഇവിടെ എ, ഇവിടെ ബി അല്ലേ. അപ്പോൾ വീണ്ടും ഇവിടെ നോക്കുക, സി എന്ന് പറയുന്നത് ഫാദർ ബീൻ്റെ ഫാദർ ആകും, അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫാദറും കൂടി ആകും. ഓക്കെ, അപ്പോൾ സി ഇവിടെ കിട്ടി, ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. ഓക്കെ, നെക്സ്റ്റ് ഡി എസ് സീസ് മദർ. ഡി അതിൻ്റെ മുകളിൽ പോകുന്ന ആളാണ്, സിൻ്റെ അമ്മയാണ്. അപ്പോൾ ആദ്യം ഡി വരും, പിന്നെ സി വരും, എയും ബിയും ഇവിടെ വരും. ദെൻ ഹൗ ഇസ് എ റിലേറ്റഡ് ടു ഡി? അപ്പോൾ അതാരായിരിക്കും? ഡിയുടെ മകൻ്റെ മകളാണ്. മകൻ്റെ മകൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഗ്രാൻഡ് ഡോട്ടർ ആണ്. സോ ഗ്രാൻഡ് ഡോട്ടർ ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമ്മൾ മനസ്സിൽ ആലോചിച്ച് സോൾവ് ചെയ്യാം. പക്ഷേ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല, നമുക്ക് ഡയഗ്രാം വരച്ചിട്ടും കൂടെ സോൾവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് പ്രകാരം ആദ്യം എ ഇസ് ബി സിസ്റ്റർ. എ ഇവിടെ ആരുടെ സിസ്റ്റർ ആണ്? എ എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്റർ ആണ്. നെക്സ്റ്റ് സി ഇസ് ബീസ് ഫാദർ. സി ഇവിടെ ബിയുടെ ഫാദർ ആണ്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി അത് എയുടെയും കൂടെ ഫാദർ ആകും. ബിയുടെ ജെൻഡർ നമുക്ക് അറിയില്ല കേട്ടോ. ഇനി ഡി എസ് സീസ് മദർ. സോ ഡി എന്ന് പറയുന്നത് ഇവിടെ സിയുടെ മദറാണ്. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹൗ ഇസ് എ റിലേറ്റഡ് ടു ഡി? സോ എ ഡിയുടെ ആരാണ്? ഇത് ഡിയുടെ മകൻ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സി അല്ലേ. ഇനി ഇത് മകൻ്റെ മകളാണ്. സോ മകൻ്റെ മകളിനെ നമ്മൾ എന്താ വിളിക്കുക? നമ്മൾ ചെറുമകൾ, കൊച്ചുമകൾ എന്നൊക്കെ വിളിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഗ്രാൻഡ് ഡോട്ടർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ബി ആണ്. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇതും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, രണ്ട് രീതിയിലും സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് വരുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, while looking at old photographs, Manju came across a photo and pointing towards a boy in it, Manju said, "He is the only son of the only daughter of my grandfather. How is Manju related to that boy?" ഇതാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ഇവിടെ ആലോചിച്ച് നോക്കുക. ഇവിടെ വീണ്ടും കോൺവെർസേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സംഭാഷണമാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു സിറ്റുവേഷനൊക്കെ തന്നിട്ടുണ്ട്. പഴയ ഫോട്ടോഗ്രാഫ്സ് നോക്കുന്ന സമയത്ത് മഞ്ജു ഏതോ ഒരു ഫോട്ടോ കണ്ടു, എന്നിട്ട് മഞ്ജു അതിനകത്തുള്ളൊരു ബോയിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു. ഇത്രയും ഒരു വലിയ സിറ്റുവേഷനൊക്കെ തന്നു. സിറ്റുവേഷനിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, കോൺവെർസേഷൻ എന്താണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അതിൽ പറയുന്ന പ്രകാരം ഹി ഈസ് ദി ഓൺലി സൺ ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു മകനാണ് ഇത് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ മഞ്ജു ഈ ബോയുടെ ആരായിരിക്കും എന്നതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? ചിലപ്പോൾ ഞാനിത് വേർഡ്സിൽ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ കൂടും, കാരണം ഇതിൽ രണ്ട് സബ്സിഡറി ആയിട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ കേസസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ പറയണു, ഇവിടുത്തെ സ്പീക്കർ ആരാണ്? മഞ്ജു ആണ് അല്ലേ. ആരെ പറ്റി പറയണേ? ഏതോ ഒരു ബോയിനെ പറ്റി പറയണു. ഓൺലി സൺ ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. സോ ഞാനിവിടെ തൽക്കാലം മഞ്ജുവിനെ സെലക്ട് ചെയ്യാണ്. മഞ്ജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ. മഞ്ജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അച്ഛനും മഞ്ജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്, അമ്മയുടെ അച്ഛനും മഞ്ജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ മഞ്ജു, ഇത് മഞ്ജുവിൻ്റെ അച്ഛൻ, അതുപോലെ തന്നെ ഇത് മഞ്ജുവിൻ്റെ അമ്മ. ഇവരുടെ രണ്ടുപേരുടെയും വഴിയുള്ളത് ഫാദർ എന്ന് പറയുന്നത് ആരായിരിക്കും? മഞ്ജുവിൻ്റെ ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരേ ഒരു മകൾ, അത് അമ്മ വഴിയുള്ള ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഓൺലി ഡോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് അമ്മ തന്നെയാണ്. എന്നാൽ അച്ഛൻ വഴിയുള്ള ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഒരേ ഒരു ഡോട്ടർ എന്ന് പറയുന്നത് ആരായിരിക്കും? അന്നേരം അച്ഛൻ്റെ സിസ്റ്റർ ആയിരിക്കും അല്ലേ. വൺ ചൈൽഡ്, ഓൺലി ചൈൽഡ്, ഒരേ ഒരു കുട്ടി എന്ന് പറഞ്ഞാലാണ് ആണായിട്ടും പെണ്ണായിട്ടും ഒരാളെന്നർത്ഥം. ഇവിടെ ഒരേ ഒരു ഡോട്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേറെ ബ്രദേഴ്സ് ഉണ്ടാകാം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അച്ഛൻ്റെ സിസ്റ്ററിനെ ആയിരിക്കും നമ്മൾ ഇവിടെ ഓൺലി ഡോട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ട് രീതിയിലും പോസിബിൾ ആണ്. അതിൻ്റെ ഓൺലി സണ്ണാണ്, സോ അവരുടെ ഓൺലി സൺ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ വഴിയുള്ള ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇത് ഈ സിസ്റ്ററിൻ്റെ സണ്ണാണ്. അമ്മ വഴിയുള്ള ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇത് അമ്മയുടെ തന്നെ സണ്ണാണ്.
അപ്പോൾ ഇത് രണ്ടും പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, 2 കേസ് വരും, പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അത്. അങ്ങനെയെങ്കിൽ മഞ്ജു ഈ ബോയുടെ ആരാണ്? അപ്പോൾ ഇത് ഈ സൈഡാണ്, നമ്മുടെ റൈറ്റ് സൈഡിൽ വരച്ചതാണ് ശരിയെങ്കിൽ, അമ്മ വഴിയുള്ള ഗ്രാൻഡ് ഫാദർ വഴിയാണ് ഈ ബന്ധം വരുന്നതെങ്കിൽ മഞ്ജു ആരായിരിക്കും? ഇയാളുടെ സിസ്റ്റർ ആയിരിക്കും, സ്വന്തം സഹോദരി ആയിരിക്കും. എന്നാൽ അച്ഛൻ വഴിയാണ് ബന്ധം വരുന്നതെങ്കിലോ അന്നേരം ഇയാളുടെ അമ്മയുടെ ബ്രദറിൻ്റെ മോളാണ് അല്ലേ. അപ്പോൾ ഇവർ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും മക്കളാകുമ്പോൾ ഓൺ സിസ്റ്റർ അല്ല, പക്ഷെ നമുക്കിതിനെ കസിൻ സിസ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം, കസിൻ ആണെന്ന് പറയാം. അപ്പോൾ മഞ്ജു ഒന്നെങ്കിൽ കസിൻ സിസ്റ്റർ അല്ലെങ്കിൽ റിയൽ സിസ്റ്റർ, ഇത് രണ്ടുമാണ് പോസിബിലിറ്റി. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻസ് നോക്കുക. അമ്മയാണോ? ഇല്ല, ആവില്ല. ഡോട്ടർ ആണോ? ആവില്ല. ഗ്രാൻഡ് മദർ ആവോ? ഇല്ല. സിസ്റ്റർ ആണ് നമ്മുടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൽ ചിലപ്പം സിസ്റ്ററിൻ്റെ കൂടെ കസിൻ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന കേസിൽ സിസ്റ്ററും കസിനും ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കനോട്ട് ബി ഡിറ്റർമൈൻഡ്, ഇവയൊന്നുമല്ല എന്ന് പറയുന്ന ഓപ്ഷനും ചോദ്യത്തിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് സിസ്റ്ററും ആകാം കസിനും ആകാം, പക്ഷേ നമുക്കിവിടെ എടുക്കാൻ ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് സിസ്റ്ററാണ്. സോ ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ കോഡിംഗ് ഡീകോഡിംഗ് കവർ ചെയ്തു, അതുപോലെ തന്നെ ബ്ലഡ് റിലേഷൻഷിപ്പും വീണ്ടും ഡിറക്ഷൻ സെൻസിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമിന് സ്പീഡിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കാണും. അതിൽ നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങളുടെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസോടുകൂടി നമ്മളെ എഴുതി അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളെപ്പോലെയുള്ള മറ്റുള്ളവർക്കും ഇതുപോലത്തെ സെഷൻസ് യൂസ്ഫുൾ ആവുന്ന നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് കാണാൻ താല്പര്യം എന്നുള്ളതും നമ്മുടെ കോമെൻറ്റ്സിലൂടെ എഴുതി അറിയിക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് വരുന്ന സമയം നിങ്ങൾ അറിയില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ മിസ്സായി പോകും. ഓക്കെ, സോ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.